ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കല്യാണത്തണ്ടിലാണ്. അപ്പോൾ നമ്മുടെ കട്ടപ്പനയിൽ ഇങ്ങനൊരു സ്പോട്ടുള്ള കാര്യം ഏകദേശം ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ലേറ്റായി പോയി എങ്കിലും ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു 6 ഒരു ആ ടൈമിലാണ് വരുന്നത്. അപ്പം സൺറൈസ് കാണാനൊക്കെ സെറ്റപ്പാണ്. പക്ഷേ ഞാൻ 2 തവണ ഇതും പ്രതീക്ഷിച്ച് വന്നിട്ട് മൂഞ്ചിപ്പോയി. അന്ന് മഞ്ഞായിരുന്നു. അത് ഈ സൂര്യൻ ഈ മേഘം മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റത്തില്ല. എന്നാണേലും കട്ടപ്പനയിലുള്ളവർക്ക് നമ്മൾക്ക് ഈ ഒരു അടിപൊളി സീൻ കാണാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് തന്നെ കാണണം. നമ്മുടെ കല്യാണത്തണ്ടിൻ്റെ അമ്പലത്തിൻ്റെ ബാക്ക് വശത്താണ് ഈ വ്യൂ. എന്നാലും നമ്മുടെ കട്ടപ്പനയിലുള്ളവരും വന്നിത് എൻജോയ് ചെയ്യേണ്ടതാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതേണ്ട സ്പോട്ട് നമ്മുടെ കല്യാണത്തണ്ട്. കല്യാണത്തണ്ട് അമ്പലം. അപ്പം ഇതിൻ്റെ കറക്റ്റ് ബാക്ക് വശത്താണ് ഈ ഒരു സ്ഥലം. ഏറ്റവും നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ കാണുന്നുണ്ടോ ഇവിടെ, അവിടെ പോയിരിക്കണം. അപ്പോൾ നമുക്ക് സൺറൈസ് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഒരു 6:30 ആ ഒരു ടൈമിൽ കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയ ഫുള്ള് നീണ്ട മേഘം ഇങ്ങനെ ഇറങ്ങി നിൽക്കും. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് അഞ്ചുരുളിയാണ്. അഞ്ചുരുളിയുടെ ആ വെള്ളം കിടക്കുന്നതിൻ്റെ മണ്ടവശം ഫുള്ള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം കിടക്കുന്നതിൻ്റെ മണ്ടവശം ഫുള്ളൊരു വേറെ വെള്ളം കിടക്കുന്ന നമുക്ക് തോന്നും. നമ്മളൊരു മേഘത്തിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ സൺറൈസ് കണ്ടു, ഇപ്പോൾ ഇതുപോലെ തന്നെ മേഘം കണ്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7:15 അല്ലെങ്കിൽ ഒരു 7:30, 7:15 അതായിരിക്കും ബെറ്റർ. ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് നേരെ പോവുക. അപ്പം നമ്മൾ പോയി കഴിഞ്ഞതിൻ്റെ ഈ മല കാണുന്നുണ്ട്. ഈ മലയുടെ അപ്പുറത്ത് വേറൊരു മലയുണ്ട്. ആ മല പോവുകയാണെങ്കിൽ നമുക്ക് ആ കാണുന്ന ആ മേഘം കറക്റ്റ് നമുക്ക് ആ മേഘത്തിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന പോലെ തന്നെയുള്ള വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇല്ല, ഏകദേശം ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. നമ്മൾ കറക്റ്റ് മേഘത്തിൻ്റെ മണ്ടയിൽ തന്നെയായിരിക്കും, അതുപോലെ നമുക്ക് തോന്നും. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്ത് കണ്ട അത്ര സെറ്റപ്പായിട്ട് തോന്നത്തില്ല. നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം. അപ്പോൾ നമ്മുടെ കട്ടപ്പനക്കാർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും.